Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. കാണാൻ പറ്റുന്നതല്ല എല്ലാവർക്കും? ഓക്കെ, അപ്പൊ എല്ലാവരും പ്രയർ പറഞ്ഞോ കേട്ടോ. ഞാൻ പറയാം prayer. Dear God, thank you for this new day. Bless our teachers, our learning, and our friends. Help us be kind, honest, and focused today. Amen. Signing and thought of the day പറഞ്ഞോ കേട്ടോ. Ma'am, thought number. If you fail, never give up because fail means first attempt in learning. Ma'am, fine. പറഞ്ഞോളാം. Good morning, all of you. I welcome Abhanavis to our class. We hope for a wonderful class today. And once again, all of you welcome. താങ്ക് യു. വെൽക്കം ഓൾ ടു അവർ ന്യൂ സെഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? Maria Montessori. Sorry. കേട്ടോ. സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാണ്, ഇപ്പൊ സ്ക്രീൻ എങ്ങനെ കട്ടായി പോവാണ്, അതേപോലെ എന്ത് ഇമേജ് കാണാൻ പറ്റുന്നില്ലെങ്കിലും എന്നോട് പറയണം കേട്ടോ. ഓക്കെ, കാരണം ചില സമയത്ത് അങ്ങനൊരു ഇത് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഇവര് പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടോ? Her observation. Observation. ഒബ്സർവേഷൻ വരെ പറഞ്ഞു അല്ലേ? നമ്മള് ഡോക്ടർ മരിയ മോണ്ടിസോറി ഈ ഒരു മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുന്നതിന് മുമ്പ് ആരായിരുന്നു? ഒരു ഫിസിഷ്യൻ ആയിരുന്നു. ആ ഒരു ടൈമിൽ കുറച്ച് ക്രെഡിബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഭാഗമായിട്ട് ആ കുട്ടികളിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫിക്കൽട്ടീസ് അവർ ഫേസ് ചെയ്യുന്നതെന്ന് മോണ്ടിസോറി കുറച്ചൊരു മനസ്സിലാക്കി. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് ഡൾനെസ് ഓഫ് സെൻസ്, സെൻസ് വർക്ക് ചെയ്യുന്നില്ല, ഡൾനെസ് കാരണമാണ് ആ കുട്ടികളിൽ ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് മനസ്സിലാക്കി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെൻസോറിയൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ ആ കുട്ടികളിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് മോണ്ടിസോറിക്ക് കാണാൻ സാധിച്ചു. സോ പിന്നീടാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി നോർമൽ കുട്ടികളിൽ എന്തുകൊണ്ട് നോർമൽ കുട്ടികളിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം, അത് എത്ര എഫക്റ്റീവ് ആയിരിക്കും എന്ന് മോണ്ടിസോറി വരെ നമ്മൾ ഈ സെൻസറി ട്രെയിനിങ് മെറ്റീരിയൽസ് ഒക്കെ നോർമൽ കുട്ടികളിലും എന്ത് ചെയ്യാൻ തുടങ്ങിയത്, നോർമൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കിയത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോണ്ടിസോറിക്ക് ഒരു ബിൽഡിംഗ് സൊസൈറ്റിയുടെ റിക്വസ്റ്റ് വന്നു. അവരുടെ അടുത്ത് അവരുടെ സ്ലംസ് ഏരിയയിലുള്ള കുറച്ച് കുട്ടികൾ അവരുടെ ഒരു 3 to 6 years എന്ന് പറയുന്ന ടൈം പീരീഡ് വെറുതെ എന്തിനാണ് വേസ്റ്റ് ചെയ്ത് കളയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതില് അതിന് പകരം അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി നമ്മുടെ മോണ്ടിസോറി സ്കൂൾ, ഫസ്റ്റ് മോണ്ടിസോറി സ്കൂൾ in Italy സ്റ്റാർട്ട് ചെയ്തു. ആ സ്കൂളിൽ നമ്മൾ മോണ്ടിസോറി കൊടുത്ത പേരെന്തായിരുന്നു? കാസ്റ്റാദി ബാബിനി എന്നാണ്. മീനിങ് വരുന്നത് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. എന്താണ്? ചിൽഡ്രൻസ് ഹൗസ്. ഇത് 1907 സ്റ്റാർട്ട് ചെയ്തത്. മെയിൻ ആയിട്ട് ഈ ഒരു ടീച്ചിങ്സ് നമ്മൾ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ടീച്ചിങ് മുന്നോട്ട് പോയത്. ഇതിൽ മെയിൻ ആയിട്ട് ഫോളോ ചെയ്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷൻ. കുട്ടികൾ അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് ഓട്ടോ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് സെൽഫ് എന്തെല്ലാം കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ഒരു മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത്. സോ മോണ്ടിസോറിക്ക് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോണ്ടിസോറി മെത്തേഡ് രൂപം കൊള്ളുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനായിട്ട് ഈ ഒരു കാസ്റ്റാദി ബാബിനിയിൽ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരുപാട് കാര്യങ്ങൾ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അതെല്ലാം പിന്നീട് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്സിന് തന്നെ മെയിൻ പില്ലേഴ്സ് അല്ലെങ്കിൽ മെയിൻ എന്താ പറയാ മൈൽ സ്റ്റോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത്
മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് ആണ് കാസ ഡി ബാബിനിൽ. മോണ്ടിസോറിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, discoveries at Casa di Barbari. Okay, discoveries at Casa di Barbari. Montessori discovered a world within a child. Montessori first discover എന്താണ്, ഒരു കുട്ടിയുടെ ഉള്ളില് ഒരു ലോകമുണ്ട്, ഒരു വേൾഡ് ഉണ്ട് എന്നുള്ള ഡിസ്കവറി ആണ്. ശരിക്കും പറഞ്ഞാൽ മെത്തേഡിനേക്കാൾ കൂടുതൽ മോണ്ടിസോറി ഫേമസ് ആക്കിയത് ഈ ഒരു ഡിസ്കവറിയാണ്. മോണ്ടിസോറി എന്താണ്, ഒരു വേൾഡ് വിത്തിൻ എ ചൈൽഡ്, ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു ലോകം ഉണ്ടെന്ന് മോണ്ടിസോറി തിരിച്ചറിഞ്ഞു. സോ ഇത് ഒരുപാട് തിരിച്ചറിവുകൾ നമ്മൾ ഇപ്പൊ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. എന്തെല്ലാമാണ് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഞാനിത് ഓരോന്നും കഥ പോലെ പറഞ്ഞുതരാം. ഓക്കെ, ഒബ്സർവേഷനിലെ 5 പോയിന്റ് വരെ അല്ലേ എടുത്തോളൂ, അതിന്റെ താഴെ കിടക്കുന്ന പാരഗ്രാഫ് എടുത്തില്ലാന്ന് തോന്നുന്നു. മനസ്സിലായില്ല മാം. അതെ, ഓക്കെ ഓക്കെ, ഒബ്സർവേഷൻ ആണ് നിങ്ങൾ പറഞ്ഞത്. ഹെയർ ഒബ്സർവേഷൻസിലെ 5 പോയിന്റ്സ് വരെയാണ് എടുത്തത്. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ച പെട്ടെന്ന് കേട്ടപ്പോ ഡിസ്കവറീസ് വരെ എടുത്തു എന്ന് ഞാൻ കേട്ടത്. ഞാൻ മറപ്പോയത്, എനിക്ക് മറപ്പോയതാ. ഇവിടെ മുതലാണ് എടുക്കേണ്ടത് അല്ലേ? അല്ലേ? ഓക്കെ, ഒന്ന് നോക്കാം കേട്ടോ. കുറച്ച് മിസ്റ്റേക്കുകൾ പറഞ്ഞോ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ, ഡോക്ടർ മരിയ മോണ്ടിസോറി, നമ്മളെ കുട്ടികളും അഡൽട്ട്സും തമ്മിലുള്ള വേരിയേഷൻ, ആ ഒരു ഒബ്സർവേഷൻസ് ആണ് അവിടെ പറഞ്ഞല്ലേ. ശരിക്കും പറഞ്ഞാല് അഡൽട്ട് എന്ത് ചെയ്യാണ്, പ്രോക്രിയേറ്റ് ചെയ്യാണ്. കുട്ടികൾ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യും, അതൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അഡൽട്ട്സ് പ്രോക്രിയേറ്റ് ചെയ്യും, നമ്മൾ മുതിർന്നവർ എന്ത് ചെയ്യും, പ്രോക്രിയേറ്റ് ചെയ്യുമ്പോൾ ചൈൽഡ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അതേപോലെ കുട്ടി ആ ഒരു എക്സ്റ്റേണൽ ഒരു നീഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇന്റൻഷനോടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമ്മളോ സോറി, നമ്മൾ എക്സ്റ്റേണൽ ആണ്, അഡൽട്ട് എക്സ്റ്റേണൽ, നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് മാത്രമാണ് നമ്മുടെ എയിമെങ്കിൽ കുട്ടികളുടെ എയിം അതായിരിക്കില്ല. അവർ ആ ജേർണി എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യും. പിന്നെന്താണ്, കുട്ടികൾക്ക് ലോ മാക്സിമം എഫേർട്ട് ആണ് ഉള്ളത്. ഇത് അവർക്ക് ഹി മസ്റ്റ് ഡു ഹിംസെൽഫ്. നമ്മള് എന്താണ്, കുട്ടികൾ ഗ്രോ ചെയ്യണമെങ്കിൽ, നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സ്വയം ഓരോ കാര്യങ്ങളും ചെയ്ത് അവരെന്ത് ചെയ്യണം, അത് വർക്ക് ചെയ്ത് അവരത് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളുടെ ഡെവലപ്മെന്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ദെൻ കുട്ടികൾ ആ ഒരു വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഇഷ്ടപ്പെടുമ്പോൾ മുതിർന്നവർ എങ്ങനെയാണ്, എൻഡ് റിസൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇല്ലേ. സോ നമുക്ക് നോക്കാം കേട്ടോ. Dr. Maria Montessori formally announced that the child must pose within him a predetermined pattern of, എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ടെസ്റ്റിൽ വായിക്കണം കേട്ടോ. ഫിസിക്സ് സൈക്കിക്ക് നാക്കാട്ടോ, സൈക്കിക്ക് നാക്കാട്ടോ. PSYCHIC സൈക്കിക് ആണ്, സൈക്കിക് അൺഫോൾഡിങ് നാക്കാട്ടോ. കുട്ടികൾ ജനിക്കുന്ന സമയത്ത് കുട്ടികളുടെ എന്താ പറയാ, മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടോ? മെന്റലോ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടോ? ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഏജിലാണ് ഡെവലപ്മെന്റ് വരുന്നത്. ഓരോ ഏജിനെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു ഇല്ല. ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ആബ്സെന്റ് ആണ്. അവര് നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുന്ന ഒരുപാട് ഇന്ററാക്ഷനിലൂടെയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയുമാണ് അവർക്ക് അതിൽ എന്ത് സംഭവിക്കുന്നത്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ബർത്ത് കുട്ടികൾ എങ്ങനെയാണ്, സൈക്കിൾ ഡെവലപ്മെന്റ് ഇല്ല. ബട്ട് കുട്ടി നമ്മുടെ എൻവയോൺമെന്റ് വന്ന സോഷ്യൽ ഇന്ററാക്ഷനും അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെയാണ് അവരിൽ എന്ത് നടക്കുന്നത്, ഡെവലപ്മെന്റ് നടക്കുന്നത്. Dr. Maria Montessori formally announced that the child must pose
within him a predetermined pattern of psychic unfolding. കുട്ടികളിൽ a predetermined pattern of psychic unfolding ഉണ്ട്, which is not obvious at birth. ജനിക്കുന്ന സമയത്ത് അത് അവർക്ക് അവിടെ പ്രസന്റ് അല്ല. She refers to them as the spiritual embryo. അതുകൊണ്ടാണ് മോണ്ടിസോറി കുട്ടികളെ ഒരു എന്താണ് നമ്മള് കുഞ്ഞു കുട്ടികളെ പറയുന്ന ഒരു പേരാണ്. അവരുടെ മനസ്സ് ഒരു സ്പിരിച്വൽ എംബ്രിയോ പോലെയാണ് എന്നാ പറയുന്നത്. എംബ്രിയോ നിങ്ങൾ പഠിച്ചില്ലേ? എംബ്രിയോനെ കുറിച്ച് പഠിച്ചല്ലോ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിലാണോ പഠിച്ചത് എംബ്രിയോനെ കുറിച്ചിട്ട്? അല്ലേ? എംബ്രിയോ എന്ന് പറഞ്ഞാല് ഭ്രൂണാവസ്ഥ. ഭ്രൂണാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിന്റെ ഫസ്റ്റ് ബിഗിനിങ് ഒക്കെയാണ്. അപ്പൊ ആ ഒരു സ്റ്റേജ് പോലെ ആയിരിക്കും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് എന്ന് പറയുന്നത്. മോണ്ടിസോറി വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് psychic pattern to reveal itself. കുട്ടികളിൽ സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കണമെങ്കിൽ കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ടു കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. രണ്ട് കണ്ടീഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ദ ഫസ്റ്റ്, ദ എൻവയോൺമെന്റ് ടു അണ്ടർസ്റ്റാൻഡ് or comes to the terms with the limit of his universe. ഫസ്റ്റ് ഓഫ് ഓൾ അവന് പ്രോപ്പർ ആയിട്ടൊരു എൻവയോൺമെന്റ് കൊടുക്കണം. കുട്ടികളിൽ നല്ല രീതിയിലുള്ള സൈക്കിക് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. കുട്ടികളുടെ എൻവയോൺമെന്റ് ഏതൊക്കെയാണെന്ന് അറിയാമോ? മെയിൻലി 3 എൻവയോൺമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഹോം, സൊസൈറ്റി, സ്കൂള്. അല്ലെ? ഒരു കുട്ടീനെ സംബന്ധിച്ച് അവരുടെ ചുറ്റുപാടും എന്ന് പറയുമ്പോൾ ഹോം, നമ്മുടെ ഹോം സറൗണ്ടിങ്സ് പറയാം, സ്കൂൾ സറൗണ്ടിങ്സ് പറയാം, സൊസൈറ്റി. ഇതെല്ലാം നല്ലൊരു പെർഫെക്റ്റ് ആണെങ്കിൽ അവരിൽ എന്ത് നടക്കും? നല്ല രീതിയിൽ സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കും. സെക്കൻഡ്, നമ്മൾ രണ്ട് കണ്ടീഷൻ പറയും. ഫസ്റ്റ് ആണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. രണ്ടാമത്തെ എന്തായിരുന്നു? അവന് ഫ്രീഡം വേണം. ഒരു കാര്യങ്ങളും സ്വയം ചെയ്ത് നോക്കി അത് കറക്റ്റ് ചെയ്ത്, അത് തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് കൊടുക്കണം. സെക്കൻഡ്, ഹി നീഡ്സ് ദ ഫ്രീഡം ടു ഡിസ്ക്ലോസ് ഹിംസെൽഫ്. കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ടുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. കുഞ്ഞു കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരത് എന്തെങ്കിലും ടച്ച് ചെയ്ത് നോക്കും. ജസ്റ്റ് അവര് നമ്മളിപ്പോ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ ചിലപ്പോ ഇലകളൊക്കെ പിടിച്ചെടുക്കും, ഇലയൊക്കെ പറിച്ചെടുക്കുന്നതാണല്ലോ. കുഞ്ഞായിരിക്കും ഒരു മാസം മുതലാണ്, ഒരു 9 months 10 months ഒക്കെ ആകുമ്പോ കുട്ടികൾ നമ്മൾ പുറത്ത് പോകുമ്പോ അവര് ഇലയൊക്കെ ക്യാച്ച് ചെയ്യും ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? അവർ ആദ്യമൊക്കെ കിള്ളിയൊക്കെ നോക്കും. കുഞ്ഞി ഇലയൊക്കെയാണെങ്കിൽ കിള്ളിയൊക്കെ നോക്കും. ദെൻ ചിലപ്പോ അത് ബൈറ്റ് ചെയ്തൊക്കെ നോക്കും ഇല്ലേ? അവരെന്ത് ചെയ്യണതാണ്? അത് അവര് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അവരുടെ ചുറ്റുപാടും അവരുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യാണ്? എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ചുറ്റും എന്താണ് നമ്മൾ ക്ലീൻ ചെയ്തിടും. നമ്മൾ ഫ്ലോറൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. കാരണം എന്താണ്? ഈ കുഞ്ഞു കുട്ടികൾ കൈ കിട്ടുന്നത് എന്ത് ചെയ്യും? ആദ്യം ടച്ചൊക്കെ ചെയ്ത് നോക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ബൈറ്റ് ഒക്കെ ചെയ്ത് നോക്കും. മേ ബി എന്ത് ചെയ്യും? അത് പിഴുകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതും എന്താണ്? കുട്ടികളിൽ ഈ ഒരു എക്സ്പ്ലോറേഷൻ നടക്കുകയാണ്. അവരുടെ ചുറ്റുപാടും അവരുടെ പരിസരവും മനസ്സിലാക്കുകയാണ്. അപ്പൊ കുട്ടികൾ ബൈറ്റ് ചെയ്തൊക്കെ നോക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. So second, he needs the freedom to disclose himself. If these two conditions are absent, ഈ രണ്ട് കണ്ടീഷനും ആബ്സെന്റ് ആണെങ്കിൽ the psychic life of the child will not reach its potential. കുട്ടികളിൽ ആ ഒരു സൈക്കിക് ഡെവലപ്മെന്റിലേക്ക് എത്തുന്നത് ആബ്സെന്റ് ആയിരിക്കും, എത്താൻ സാധിക്കാതെ വരും. And his personality will be retrained. കുട്ടിയുടെ എന്താ പറയാ, പേഴ്സണാലിറ്റി റിട്രെയിൻഡ് ആവും. ചില പുതിയ ഡെവലപ്മെന്റ് സംഭവിക്കില്ല. ഡെവലപ്മെന്റ് എങ്ങനെയാവും? മന്ദഗതിയിലാവും, ചില സ്ലോ ആയിരിക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് എൻവയോൺമെന്റ്. പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് കുട്ടിക്ക് വളരാൻ ആവശ്യമുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫ്രീഡം. ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. Okay. Believing that the child has real constructive energy and unrecognized intellectual power. നമുക്കറിയോ കുട്ടികളുടെ ഉള്ളില് റിയൽ ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് എനർജി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരുപാട് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഇന്റലക്ച്വൽ പവർ ഉണ്ട്. മോണ്ടിസോറി മെത്തേഡ് എന്താണ് മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്യുന്നത്? മോണ്ടിസോറി എംഫസൈസ് the need to use this energy to generate a new world for humanity. വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ ഈ ഒരു അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പവറും അതേപോലെ തന്നെ അവരിലുള്ള ആ ഒരു എനർജി ഒക്കെ യൂസ് ചെയ്ത്
നല്ല രീതിയിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമാനിറ്റി ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണം എന്നാണ് മോണ്ടിസോറിയുടെ എയിം. സോ ചൈൽഡിന്റെ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ നമ്മൾ ത്രൂ വർക്കിലൂടെയാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആകുന്നത്. കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്നത്. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇപ്പൊ ലേസി ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയില്ലേ, ഈ ലേസി ആയിട്ടുള്ള കുട്ടികളെക്കാൾ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് എളുപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നോട്ടി ചൈൽഡിനെയാണ്. ഭയങ്കര നോട്ടി ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് അവരിൽ നല്ല എനർജി ഉണ്ടാവും. ആ എനർജി കൺവേർട്ട് ചെയ്ത് വർക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യും. ഓക്കെ, സോ ഇതായിരുന്നു മോണ്ടിസോറിയുടെ എയിം. നമ്മള് കുട്ടികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കുട്ടിയുടെ മനസ്സ് എന്ന് പറയുന്നത് ബർത്ത് എങ്ങനെയാണ് സ്പിരിച്വൽ എംബ്രിയോ ആണ് എന്ന് വെച്ചാല് മനസ്സിൽ ആ ഒരു സൈക്കിക് ഡെവലപ്മെന്റ് ഒരു ഭ്രൂണാവസ്ഥയിലാണ്. അവൻ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുന്ന അവനവന്റെ ചുറ്റുപാട് മനസ്സിലാക്കുന്നതിലൂടെയും അവന് ഓരോ കാര്യങ്ങൾ സ്വയം ചെയ്ത് നോക്കി അത് മനസ്സിലാക്കുന്നതിലൂടെയും അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ് വരും. സപ്പോസ് ഇനി ഞാനും ഇങ്ങനെ രണ്ട് കാര്യം ആബ്സെന്റ് ആണ്, അവന് ഫ്രീഡവും ഇല്ല, എന്താണ് റൈറ്റ് എൻവയോൺമെന്റ് കിട്ടിയില്ലെങ്കിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി റിട്രെയിൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ടൈമില് എന്താണ് മോണ്ടിസോറിക്ക് ബിൽഡിംഗ് ഒരു സാൻ ലോറൻസോയിലുള്ള ഒരു ബിൽഡിംഗ് സൊസൈറ്റിയുടെ അടുത്തുനിന്ന് ഒരു റിക്വസ്റ്റ് വന്നു. എന്തായിരുന്നു റിക്വസ്റ്റ് എന്ന് അറിയാവോ? അവരുടെ അടുത്ത് അവരുടെ ആ ഒരു ബിൽഡിംഗ് സൊസൈറ്റിയുടെ അടുത്ത് കുറച്ച് ഫാമിലി ഏരിയയിലുള്ള കുട്ടികള് അവരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ് 3 to 6 years എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ ടൈം പീരീഡ് ഫുള്ളും വെറുതെ വേസ്റ്റ് ചെയ്യണം, ഒന്നും ചെയ്യാതെ അതെന്ത് ചെയ്യാണ്, വേസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്തു, ഒരു ഡേ കെയർ സെന്റർ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സോ മോണ്ടിസോറി ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യും. മോണ്ടിസോറിക്ക് മനസ്സിലായ കുട്ടികൾ ആ ഒരു ടൈം പീരീഡ് വെറുതെ എന്ത് ചെയ്യാണ്, വേസ്റ്റ് ചെയ്യാണ്. അപ്പൊ സോ ഇതിന്റെ ഒരു ബേസിസിൽ മോണ്ടിസോറി എന്ത് ചെയ്തു, ആ ഒരു സ്ഥലത്ത് ചെല്ലുകയും അവിടെ എന്താണ് നമ്മുടെ മോണ്ടിസോറിയുടെ ഫസ്റ്റ് സ്കൂളായിട്ടുള്ള കാസാ ദി ബാബിനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കാസാ ദി ബാബിനി, ആ കാസാ ദി ബാബിനി എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? എന്താണ് ആ ഒരു ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കാസാ ദി ബാബിനി എന്നുള്ളത്? ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾ അതിന് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അതിലും മിസ്റ്റേക്ക് ഉണ്ട്. ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നാണ്ടോ? ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നാണ്ടോ? അതൊന്ന് എഡിറ്റ് ചെയ്യാവോ? ചിൽഡ്രൻസ് ഹൗസ് എന്നാക്കാവോ? ചിൽഡ്രൻസ് ഹൗസ് കേട്ടോ. ഹൗസ് ഓഫ് ചിൽഡ്രൻസ് ഹൗസ് സെയിം അല്ലേ മിസ് എന്ന് ചോദിക്കില്ലേ? അത് ആ കാസാ ദി ബാബിനിയുടെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ് ഹൗസ്, ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. ആ ഒരു ഹൗസ് ഓഫ് എന്ന് വേണ്ടി കളഞ്ഞിട്ട് ചിൽഡ്രൻസ് ഒരു എസ് കൊടുക്കുക, ഹൗസ് എന്ന് കൊടുക്കുക. 1907 കാസാ ദി ബാബിനി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാസാ ദി ബാബിനിയുടെ മീനിങ് എന്താണ്? ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നാണ്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്ന മോണ്ടിസോറി മെത്തേഡ് ഫോക്കസ് ഓൺ ടീച്ചിങ് ഓൺ സ്റ്റുഡൻസ്. ഷീ സെന്റേർഡ് ഓൺ ടീച്ചിങ് ദ സ്റ്റുഡൻസ്. മെയിൻലി കുട്ടികളെയാണ് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫുൾ ആയിട്ട് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? കുട്ടികളെയാണ്. നമ്മള് അവരുടേതായ ഓൺ സ്കിൽസ്, കുട്ടികളുടെ ഓൺ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് ഏത് കാസാ ദി ബാബിനി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മോണ്ടിസോറി ഫോക്കസ് ചെയ്തൊരു പ്രിൻസിപ്പിൾ ആണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്. കുട്ടികൾ എങ്ങനെയാണ് സ്വയം ഡെവലപ്പ് ആകുന്നത് എന്ത് ഫോക്കസ് ചെയ്തിരുന്നു, കുട്ടികൾ എങ്ങനെയാണ് സ്വയം ഡെവലപ്പ് ആകുന്നത് എന്നതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഓട്ടോ എഡ്യൂക്കേഷൻ, കുട്ടികൾ എങ്ങനെ സ്വയം ലേൺ ചെയ്യുന്നു എന്നതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓട്ടോ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ പഠിക്കും. This was the first school in the chain of schools started in Italy. ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സ്കൂൾ ആണ് ഇത് കാസാ ദി ബാബിനി. ഓക്കെ, ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ മോണ്ടിസോറി സ്കൂൾ ആണ് ഇത് കാസാ ദി ബാബിനി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ, ദെൻ മോണ്ടിസോറി ഒരുപാട് ഒബ്സർവ് ചെയ്തതിലൂടെയും ഒരുപാട് കാര്യങ്ങൾ മോണ്ടിസോറിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ the experimentation she defined her method which drew the attention of whole worldന്റെ attention കിട്ടാനായിട്ട് ഈ ഒരു മെത്തേഡിന് സാധിച്ചു. കാരണം കുട്ടികൾ ഓട്ടോ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. കുറെ പ്രിൻസിപ്പിൾസ് ഞാൻ പറയുന്നത് എന്തൊക്കെ പറഞ്ഞത്, വേൾഡ് വിത്തിൻ എ ചൈൽഡ്, ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു ലോകമുണ്ട് എന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. ഓട്ടോ എഡ്യൂക്കേഷൻ, കുട്ടികൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വേൾഡിന്റെ തന്നെ ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട്, ശ്രദ്ധ കിട്ടാനായിട്ട് കാരണമായി. She was invited worldwide to demonstrate her method. മോണ്ടിസോറി മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് വേൾഡ് വൈഡിൽ നിന്ന് ഇൻവിറ്റേഷൻസ്, ഇൻക്ലൂഡിംഗ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇൻവൈറ്റ് ചെയ്തു. In the end of this leads to the establishment of many Montessori schools in different countries all around the world. വേൾഡിൽ all around ആയിട്ട് ഇത്രയും മോണ്ടിസോറി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നമ്മളെ ഇത് ലീഡ് ചെയ്തു, ഇത് കാരണമായി. സോ നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാനും നിങ്ങളും ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ടുള്ള റീസൺ ആരാണ്? ഡോക്ടർ മരിയ മോണ്ടിസോറി. ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ഈ ഡിസ്കവറീസും മോണ്ടിസോറി മെത്തേഡുമാണ് അല്ലെ. അപ്പോ റിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, കുട്ടികളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പഠനം നടത്തിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്? ഡോക്ടർ മരിയ മോണ്ടിസോറി. ഡോക്ടർ മരിയ മോണ്ടിസോറി ഫോക്കസ് ചെയ്തത് ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. കുട്ടികൾ എങ്ങനെയാണ് സ്വയം ലേൺ ചെയ്യുന്നത് എന്നത് ഫോക്കസ് ചെയ്ത് ഒരുപാട് എക്സ്പീരിമെന്റ്സ്, ഒബ്സർവേഷനിലൂടെയാണ് മോണ്ടിസോറി ഇന്ന് നമ്മൾ ഇന്നീ കാണുന്ന മോണ്ടിസോറി മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഡോക്ടർ മരിയ മോണ്ടിസോറി ഒരുപാട് ബുക്സ് റോട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മരിയ മോണ്ടിസോറി റോട്ട് എ നമ്പർ ഓഫ് ബുക്സ് ഓൺ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. ദ ഡിസ്കവറി ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ ഓഫ് ന്യൂ വേൾഡ്, ദ സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് കേട്ടോ. അതൊന്ന് മിസ്റ്റേക്ക് ഒന്ന് തിരുത്തോ. ഈ സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ അല്ല, സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് കേട്ടോ. Then child training, the child place and education, reconstruction in education, the Montessori method, the advanced Montessori method, etc. are some of her works. മോണ്ടിസോറിയുടെ കുറച്ച് ബുക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും ഓൺലൈൻ ആയിട്ട് ബുക്കുകൾ വായിക്കാറുണ്ടോ? ബുക്ക് വായിക്കാറുണ്ടോ? കഥാ ബുക്കോ നോവലുകളൊക്കെ വായിക്കാറുണ്ടോ? ഇഷ്ടമാണ്. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇത് റീഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇടയ്ക്കും. ഓക്കെ, അപ്പോ അങ്ങനെ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് മോണ്ടിസോറി മെത്തേഡ് ഉണ്ടല്ലോ, അതാണ് ഫസ്റ്റ് ബുക്ക് റോട്ട് ബൈ ഡോക്ടർ മരിയ മോണ്ടിസോറി. ഡോക്ടർ മരിയ മോണ്ടിസോറി ആദ്യം എഴുതിയ ബുക്കാണ് ഇത്, ദ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തേക്കോ. നോട്ട് ചെയ്തു. സോ ഇന്നെടുത്ത പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
മിസ്സേ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, അതൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. 18th 17th സെഞ്ചുറിയിലെ എംപിരിസിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ എംപിരിസിസം തിയറീനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്താണ് മോണ്ടിസോറി ഈ ഒരു മെത്തേഡിലോട്ട് എത്തിയത്. മോണ്ടിസോറിയുടെ മെത്തേഡും എംപിരിസിസ്റ്റുകളുടെ തിയറിയും ഏകദേശം സെയിം ആയിട്ടാണ്. അപ്പൊ ഇത് പറഞ്ഞു കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് ഞാൻ പഠിച്ചതാ ഓർമ്മ വന്നത്. ഞാൻ ഫിലോസഫിയാ പഠിച്ചേ. ഓക്കെ, എംപിരിസിസം പറയുന്നത് നമുക്ക് അറിവ് കിട്ടുന്നത്, നോളജ് കിട്ടുന്നത് സെൻസ് എക്സ്പീരിയൻസും ഒബ്സർവേഷനും വഴിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സെയിം മെത്തേഡ് തന്നെയാണ് മരിയ മോണ്ടിസോറിയും ഫോളോ ചെയ്തേക്കുന്നത്. കാരണം ആദ്യം മോണ്ടിസോറി പറഞ്ഞു മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സെൻസോറിയൽ മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്തത് പ്രിപ്പയർ ചെയ്തത്. ആദ്യം ആ മെറ്റീരിയൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സെൻസ് ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് ലേൺ ചെയ്യുന്നത്. കുട്ടികളും അതേപോലെ തന്നെയാണ്. അവര് ലേൺ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കി അവരും ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്താണ് മനസ്സിലാക്കുന്നത്. അത് ടച്ച് ചെയ്ത് നോക്കി, ഇപ്പൊ സോഫ്റ്റ് ആണോ ടച്ച് ചെയ്ത് നോക്കി, ചൂടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടച്ച് ചെയ്ത് നോക്കും. തണവാന്ന് പറഞ്ഞാൽ ഒരുപാട് സെൻസർ കാണുന്നു, അതേപോലെ സ്മെല്ല് ചെയ്യുന്നു. ഒരുപാട് സെൻസറുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യിച്ചാണ് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് ലേൺ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ മെറ്റീരിയൽസ് സെൻസോറിയൽ ഏരിയക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് സെൻസോറിയൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോ സെൻസോറിയൽ ഏരിയസിൽ ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടില്ലേ? സൗണ്ട് സിലിണ്ടർ ചിലപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ സൗണ്ട് സിലിണ്ടേഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ നിങ്ങൾ? എന്നാലും കാണിച്ചു തന്നോ ടീച്ചർമാരെ സൗണ്ട് സിലിണ്ടർ? ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടില്ല. സോറി എനിക്ക് മാറിപ്പോയതാടാ. ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. ലാസ്റ്റ് ബാച്ചിന്റെ ഒപ്പം 20 ഉണ്ടായിരുന്നു. ചെറിയൊരു ഓർമ്മ വന്നു, സോറി ട്ടാ. ഞങ്ങൾക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യം എന്നാ പറഞ്ഞു. അപ്പൊ ഓഗസ്റ്റ് ആദ്യമായിട്ടായിരിക്കും പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നത്. അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് നിങ്ങൾ കാണും. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ടീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. മേ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി എടുക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. മോണ്ടിസോറി നമ്മുടെ ക്ലാസ്സിലുള്ള ടീച്ചർമാർ തന്നെ ഞങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മളുടെ മോണ്ടിസോറി മെത്തേഡ്സ് എടുക്കുന്ന പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കാറുള്ള ടീച്ചേഴ്സ് ക്ലാസ് എടുക്കും. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരും. സോ അതനുസരിച്ച് നിങ്ങൾ ക്ലാസ്സിൽ കയറണം. ഈ സെൻസോറിയൽ മെറ്റീരിയൽസിൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് മെറ്റീരിയൽസിന്റെ പേര് ഞാൻ പറയാം. സൗണ്ട് സിലിണ്ടർ നല്ലതാണ്. ഓൺലൈൻ ക്ലാസ് വരുമ്പോ ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരാണെങ്കിൽ ഈ സൗണ്ട് സിലിണ്ടർ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അപ്പൊ സൗണ്ട് സിലിണ്ടറിൽ ചെറിയ കുറച്ച് ബീഡ്സ് ഇട്ടിട്ട് ഒരു 3-4 ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഷേക്ക് ചെയ്ത് നോക്കാം. ആ ഒരു സൗണ്ട് വ്യത്യാസമുണ്ട്. ഒരു ബീറ്റ് മാത്രം എടുത്തിട്ട് ഷേക്ക് ചെയ്ത് നോക്കാം. ആ ഒരു സൗണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ സാൻഡില്ലേ, നമ്മള് ബീച്ചിലൊക്കെ പോകുമ്പോ നമ്മൾ കാണുന്ന കുഞ്ഞു പൊടിമണല് കണ്ടിട്ടുണ്ടോ? ആ പൊടിമണല് കുറച്ചിട്ടിട്ട് സൗണ്ട് ജസ്റ്റ് ഷേക്ക് ചെയ്ത് നോക്കാം. അപ്പൊ കിട്ടുന്ന സൗണ്ട് ഡിഫറൻസ് ഉണ്ട്. കുട്ടികൾ സൗണ്ടിലൂടെ ഓരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യും. ദെൻ വേറൊരു മെറ്റീരിയലാണ് സ്മെല്ല്. സ്മെല്ലിന്റെ സിലിണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് ആ ഡിഫറെന്റ് സ്മെൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും.
ആയിരിക്കും. നിങ്ങൾക്ക് കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് ശ്രമിച്ചു നോക്കാൻ പറ്റും കേട്ടോ. ഈ സൗണ്ട് സിലിണ്ടേഴ്സ് കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരാണ്, 3 വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. 3 വയസ്സിന് എബോ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ നമ്മൾ ഈ സൗണ്ട് സിലിണ്ടേഴ്സ് ഒക്കെ നമ്മൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാം. സ്മെല്ലിന്റെയും ചെയ്യാം. ഇപ്പൊ ഓരോ സ്മെല്ല് ചെയ്തിട്ട് അത് ഏത് സ്മെല്ലാണ് എന്നോട് ഡിറ്റക്ട് ചെയ്യാൻ പറയാം. മേ ബി ഇപ്പോ നമ്മള് ജാസ്മിന്റെ സ്മെല്ലാണെങ്കിൽ ഇത് ഏത് സ്മെല്ലാണെന്ന് അവരോട് ഡിറ്റക്ട് ചെയ്യാൻ പറയാം. അങ്ങനെ ഓരോ സ്മെല്ലുകളും നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെന്താണ് ടച്ച് ടാബ്ലറ്റ്സ്. ടച്ച് ടാബ്ലറ്റ്സ് എന്ന് വെച്ചാൽ ടാക്ടൈൽ സെൻസ് ആണ്. നമ്മൾ ടച്ച് ചെയ്താണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ ഹാൻഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്. അത് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റഫ് സ്മൂത്ത് മനസ്സിലാക്കാൻ പറ്റും. റഫ് സാധാരണ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെ കുറച്ച് റഫായിട്ടുള്ള ഒരു ഷെയ്ഡ് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്മൂത്ത് അങ്ങനെ പറ്റില്ല. ഫോൾഡിങ് ചെയ്യണം. കണ്ണടച്ചിട്ട് അത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല ഫീല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടച്ച് ഒന്നും ചെയ്യാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. പക്ഷെ കണ്ണടച്ച് അത് ടച്ച് ചെയ്ത് നമ്മളുടെ എക്സ്പീരിയൻസ് അത് ഏത് പെയർ ചെയ്യാനാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ തെർമിക് ടാബ്ലറ്റ്സ് ഉണ്ട്. അത് ഓരോ പ്ലേസിനെ ടെമ്പറേച്ചർ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് തെർമിക് ടാബ്ലറ്റ്സ് വരുന്നത്. അതിന് ഓരോ ടെമ്പറേച്ചറും ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചിലത് ഭയങ്കര കോൾഡ് ആയിരിക്കും, ചിലത് അത്യാവശ്യം മോഡറേറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ കൈ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്. നമ്മളുടെയൊക്കെ കയ്യില് സെൻസ് ഒക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും ഇല്ലേ? ചിലപ്പോൾ നമുക്കിപ്പോ പൊള്ളിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷെ കുഞ്ഞുങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡാണ്. അവർക്ക് നല്ല സെൻസ് ഉണ്ട്. ഈ കൈക്കൊക്കെ നല്ല സെൻസ് ഉണ്ട്. അവർ ടച്ച് ചെയ്തിട്ട് നോക്കുമ്പോൾ അവർക്ക് അത് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ അധികം സെൻസ് ഒന്നും അധികം വർക്ക് ചെയ്യില്ല തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മള് ഇത്തിരി ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊക്കെ നമ്മൾ സെൻസ് കുറച്ച് വീക്ക് ആയിരിക്കും പിന്നെ പ്രായമാവുന്നതിനനുസരിച്ച്. പക്ഷെ കുട്ടികളുടെ സെൻസ് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ്. അവർക്കത് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ മെറ്റീരിയൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭയങ്കര ഇഷ്ടം തോന്നും നമ്മുടെ ഈ മെത്തേഡിനോടും ആ മെറ്റീരിയൽസിനോടൊക്കെ. എന്നോട് കുട്ടി എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ആ കുട്ടി പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്ന് കണ്ടു കഴിഞ്ഞപ്പോ ആ കുട്ടിക്ക് മെറ്റീരിയൽസ് എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ മെത്തേഡിനോട് നല്ല മെറ്റീരിയൽസ് ഒക്കെ എനിക്ക് വേണം, ആ മെറ്റീരിയൽസ് ഒക്കെ എനിക്ക് അത്രയും ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ കുറെ മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടികളോട് ഇന്ന മെറ്റീരിയൽസ് ഒക്കെ ചെയ്യണം. പക്ഷെ ആ കുട്ടി തന്നെ സ്വയം ചെയ്തിട്ട് അതിനോട് അത് കാണിച്ചു തന്നു. ദയവ് ചെയ്ത് കണ്ടോ ഞാൻ ചെയ്ത മെറ്റീരിയൽസ് ആണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി മെറ്റീരിയൽസ്, ഇതൊരു നല്ല മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം നമുക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നോക്കി മെറ്റീരിയൽസ് കാണുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് മേ ബി എന്തായിരിക്കും പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും. ചിലപ്പോ നെക്സ്റ്റ് എന്റെ ലൈവ് ക്ലാസ്സിന് പകരം ചിലപ്പോൾ ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ചിലപ്പോ ചെറിയൊരു അറേഞ്ച്മെന്റ്സ് വരും. നിങ്ങൾക്ക് ഇൻഫർമേഷൻ എന്തായാലും തരാം കേട്ടോ. ഇൻഫർമേഷൻ ഉണ്ടാവും, നിങ്ങൾ അതനുസരിച്ച് വേണ്ടി അറിയാം. ചിലപ്പോ ഒരു 10:30 to 12:30 വരെ ആയിരിക്കും പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയാൻ മതി നിങ്ങളോട് കേട്ടോ. ഇൻഫർമേഷൻ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ നമുക്ക് ലൈവിൽ വന്ന് പറയാനായിട്ട് പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഇൻഫർമേഷൻ വരും. ഓക്കെ, റീഡ് ചെയ്തോ എല്ലാവരും ഈ ടോപ്പിക്? ഒരുവിധം എല്ലാരും ഇന്റേൺഷിപ്പിന് പോയേക്കുമല്ലേ. അപ്പൊ പ്രാക്ടിക്കൽ ഈ സമയത്ത് നടത്തി കഴിഞ്ഞാൽ ഞാനും മിക്കവാറും അടുത്ത ആഴ്ച പോകും. ആണോ? അത് നിങ്ങളൊന്ന് ജിഷാമിസിനൊന്ന് ഇൻഫോം ചെയ്യോ? ജിഷാമിസിന്റെ നമ്പർ ഉണ്ട് എല്ലാവരുടെ കയ്യില്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തേക്കോ, ഒന്ന് പറഞ്ഞു നോക്ക്. കാരണം ഞങ്ങളിങ്ങനെ കൂടുതൽ കുട്ടികളും എന്ത് പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പിൽ പോയിരിക്കുകയാണ്. സോ ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കുന്ന കുറച്ച് വൈകിയാണെങ്കിൽ നല്ലതായിരിക്കും. അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈമിൽ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ. എല്ലാവരുടെ കയ്യിലും ജിഷാമിസിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേക്കട്ടോ. നിങ്ങൾക്ക് കമ്പൈൻഡ് ക്ലാസ് അല്ലേ വരുന്നത്, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണമെന്നില്ല. സോ പേഴ്സണലി ഒന്ന് പറഞ്ഞാൽ മതി. സോ നമ്മൾ വരുന്നത് ഡിസ്കവറീസ് അറ്റ് കാസാദി ബാബറിലേക്കാണ്. മോണ്ടിസോറിക്ക് കാസാദി ബാബറിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ത്രൂ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ഡിസ്കവറീസും മനസ്സിലാക്കിയത്.
ഡോക്ടർ മയ മോണ്ടിസോറി ത്രൂ എക്സ്പീരിയൻസിലൂടെ കുട്ടികളെ പാറ്റേണിൽ വെച്ച് കുട്ടികളിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും അതേപോലെ കുട്ടികളെ ഒബ്സർവ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ഓരോ ഡിസ്കവറീസും മോണ്ടിസോറി. ഫസ്റ്റ് വൺ ഈസ് ഡിസ്കവറി. മെയിൻ ആയിട്ട് പറയുന്നത് എ വേൾഡ് വിത്തിൻ ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ ഉള്ളിൽ എന്താണ് ഒരു ലോകം ഉണ്ടെന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി എന്ന് പറയുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കവറി എന്താണ്? വേൾഡ് വിത്തിൻ ദ ചൈൽഡ്. ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറി ഫേമസ് ആക്കിയത് ഈ ഒരു ഡിസ്കവറിയാണ്. നല്ല രീതിയിൽ ഫേമസ് ആക്കാനായിട്ട് കാരണമായത് ഏതാണ്? ഈ ഒരു ഡിസ്കവറിയാണ്. മെന്റൽ കോൺസെൻട്രേഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡിസ്കവറി ആണ് ഇത് മെന്റൽ കോൺസെൻട്രേഷൻ. മീൻസ് അറിയോ, നമ്മൾ കുട്ടികൾ, ഇപ്പൊ മുതിർന്ന കുട്ടികൾ നമ്മള് പാരന്റ്സ് ടീച്ചേഴ്സിനോട് പറയുന്ന ഒരു പരാതിയാണ്, അവന് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല, അവനെ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്യാണ്. മുതിർന്ന കുട്ടികളോട് നമ്മൾ പറയാറില്ലേ, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളോട് നമ്മൾ പറയുന്നത് അവന് ഫോണാണ്, ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്, എപ്പോഴും ഡിസ്ട്രാക്ട് ആണ്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ടോ? അല്ലെങ്കിൽ കുട്ടികൾ നമ്മളോട് പറയാൻ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അമ്മ പഠിച്ചിട്ട് എന്നൊക്കെ പറയാറുണ്ടോ? നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഏത് ഏജ് മുതലുള്ള കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്ന് അറിയാവോ? 3 വയസ്സ് മുതൽ നമ്മളുടെ കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ മൈൻഡ് മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഐസൊലേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റും. അത് മോണ്ടിസോറി ഐഡന്റിഫൈ ചെയ്തത് ഒരു ഇവന്റ്, ഒരു എന്താ പറയാ, ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോഴാണ് മോണ്ടിസോറി മനസ്സിലായത്. ഒരു കുട്ടി, നമ്മൾ നോബിൾ സിലിണ്ടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലാലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരുമ്പോ ടീച്ചർമാർ എന്തായാലും നോബിൾ സിലിണ്ടേഴ്സ് കാണിച്ചു തരും കേട്ടോ. 10th ഓർ മെറ്റീരിയൽ 10th നോബിൾ സിലിണ്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് 1 മിനിറ്റ് ഷെയർ ചെയ്യാമേ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഇത് നോബിൾ സിലിണ്ടർ ആണ് കേട്ടോ. നോബിൾ സിലിണ്ടർ പ്രത്യേകത നോക്കി 4 സെറ്റ് ആണ് നോബിൾ സിലിണ്ടർ വരുന്നത്. ഫസ്റ്റ് സെറ്റ് എല്ലാം ഹൈറ്റ് സെയിം ആണ്. നിങ്ങൾ നോക്കുന്നുണ്ടോ? ആ നോബിൾ സിലിണ്ടറിന് പേര് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവിടെ നോബ് ഉണ്ടോ? കുഞ്ഞു നോബ് ആ സിലിണ്ടറിന് മുകളിലായിട്ട് ചെറിയൊരു നോബ് കാണാൻ പറ്റുന്നുണ്ടോ? അതിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. കുട്ടികള് ഇങ്ങനെ ഈ ഒരു നോബ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനും പിക്ക് ചെയ്യാനും പ്ലേസ് ചെയ്യാനും പറ്റും. എന്തുകൊണ്ടാണ് നോബിൾ സിലിണ്ടറിന് ആ ഒരു പേര് വന്നതെന്ന് മനസ്സിലായാലോ? ആ നോബ് ഉള്ളത് കൊണ്ടാണ്. ഈ നോബ് നമ്മൾ നോക്കി, ആ നോബ് ഈ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ക്ലിക്ക് ചെയ്യുന്നത്. ഈ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് കുട്ടികൾ മെയിൻ ആയിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണ്? എഴുതും, റൈറ്റിംഗ്. കുഞ്ഞു കുട്ടികളെ നമ്മൾ ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികളെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഹോൾഡ് ചെയ്യാം, ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യും. അതിനും ഈ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നോക്കുന്നത് നോബിളുടെ സിലിണ്ടർ ആണ്. നോബിളുടെ സിലിണ്ടർ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് 4 സെറ്റ് ഉണ്ട്. ആദ്യത്തേല് ഹൈറ്റ് സെയിമും വിഡ്ത്ത് കുറഞ്ഞാണ് വരുന്നത്. നെക്സ്റ്റ് ഹൈറ്റും ഡിക്രീസ് ചെയ്യുന്നു, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഹൈറ്റും വിഡ്ത്തും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നു, വിഡ്ത്ത് റിമെയിൻസ് സെയിം. മനസ്സിലായോ? ഒന്ന് ജസ്റ്റ് മിസ്സുമാരെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ആ ഒരു മെറ്റീരിയൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ഈ നോബിളുടെ സിലിണ്ടർ ഒരു കുട്ടി വർക്ക് ചെയ്യുന്നത് മോണ്ടിസോറി കണ്ടു. ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ഒരു കുട്ടി ഭയങ്കരമായിട്ട് അതിനോടൊരു ഇഷ്ടത്തോടു കൂടി വർക്ക് ചെയ്യുന്നത് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽ വന്നു. സോ എന്ത് ചെയ്തു? മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. മോണ്ടിസോറിക്ക് ഒരു സയന്റിഫിക് ഹാബിറ്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. സോ ആ കുട്ടീനെ നല്ല രീതിയിൽ ആര് ഒബ്സർവ് ചെയ്തു? മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അപ്പൊ മോണ്ടിസോറിക്ക് മനസ്സിലായി അവൻ ആ ഒരു മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് അവരുടെ മൈൻഡ് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. മോണ്ടിസോറി നല്ല രീതിയിൽ അത് ഒബ്സർവ് ചെയ്തു. അവന്റെ മനസ്സ്, അവന്റെ മെന്റലി അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ മൈൻഡിനെ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മോണ്ടിസോറിക്ക് തിരിച്ചറിയാനായിട്ട്
മനസ്സിലായി. സോ എന്ത് ചെയ്തു, മോണ്ടിസോറി പറഞ്ഞു, 10 കുട്ടികളോട് പറഞ്ഞു ആ കുട്ടിയുടെ ചുറ്റും പോയിട്ട് ഒരു പാട്ടൊക്കെ പാടി ഒരു ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു, അത് കേട്ട പാടെ കുട്ടികൾ ആ ചുറ്റും പോയി പാട്ടൊക്കെ പാടി. പക്ഷേ അവൻ എന്താണ്, അവൻ ഇരിക്കുന്ന പ്ലേസിൽ നിന്ന് അവൻ ജസ്റ്റ് ഒന്ന് എന്താണ് ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ നിന്ന് അവരൊന്ന് ജസ്റ്റ് ഡിസ്ട്രാക്ട് ആകുകയില്ല. അവൻ ആ വർക്കിലേക്ക് തന്നെ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തു. ആ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. സോ മോണ്ടിസോറി വീണ്ടും എന്താണ് ഒരു സർപ്രൈസ് ആയി. കാരണം കുട്ടി ഇത്രയും ഡിസ്റ്റർബൻസ് വന്നിട്ട് പോലും എന്ത് ചെയ്തില്ല, അവരെന്ത് ചെയ്തില്ല, അതിനെ അഫക്റ്റ് ഒന്നും ചെയ്തില്ല. സോ എന്താണ് അത് അഫക്റ്റേ ചെയ്തില്ല. സോ എന്ത് ചെയ്തു, മോണ്ടിസോറി കുറച്ച് നേരം കൂടെ കുട്ടിയെ ഒബ്സർവ് ചെയ്തിട്ട് ആ കുട്ടി ഇരുന്ന ആൻസർ ആ ഒരു ടേബിൾ ആ ഒരു ആൻസർ എടുത്തിട്ട് കുട്ടി മോണ്ടിസോറി എന്ത് ചെയ്തു, ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ആ സമയത്ത് കുറച്ചു നേരം എന്ത് ചെയ്തു, കുട്ടി ഒന്ന് ഡിസ്ട്രാക്ട് ആയി. ബട്ട് ആ ഒരു മെറ്റീരിയൽ അതിന്റെ പ്ലേസിലേക്ക് വന്നതിന് ശേഷം അവർ എന്ത് ചെയ്തു, വേഗം ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ ചെയ്തത്. അപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലായി ആ ഒരു കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു വർക്ക് ചെയ്യാനുള്ള അവരുടെ തായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു വർക്ക് വീണ്ടും വീണ്ടും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ്, അത് മോണ്ടിസോറിക്ക് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ മോണ്ടിസോറി ഒന്ന് മെഷർ ചെയ്തു, എത്ര വട്ടം ആ കുട്ടി ആ വർക്ക് ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കി. 42 പ്രാവശ്യമാണ് ആ കുട്ടി ആ ഒരു വർക്ക് ചെയ്തത്. 42ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴാണ് ആ വർക്ക് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ് ആയത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചതല്ലേ നോബിൾ സിലിണ്ടർ, ഒന്നും കൂടി പ്രസന്റ് ചെയ്യാം കേട്ടോ. ഈ നോബിൾ സിലിണ്ടറിന് പ്രത്യേകതയുണ്ട്. ചില സിലിണ്ടേഴ്സ് ഇല്ലേ, എല്ലാ പ്ലേസിലും എന്താകും, കറക്റ്റ് ആയിട്ട് പ്ലേസ്ഡ് ആവും, ആ ഹോളിൽ കൂടെ പോകും. പക്ഷെ ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല. നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞു സിലിണ്ടേഴ്സ് ഒക്കെ കണ്ടോ, ആ 4th സിലിണ്ടർ മേ ബി മിസ് വിത്ത് ചെയ്ത് നമ്മളുടെ 3 or 4 സിലിണ്ടർ ഒക്കെയാണ് മിസ് ചെയ്ത് കഴിഞ്ഞാല് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ കുട്ടി ഈ വർക്ക് ചെയ്ത സമയത്ത് അവനത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്ത് ചെയ്തു, അവൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മൾ മുതിർന്നവരായതുകൊണ്ടാണ് നമുക്കറിയാം ഇന്ന മെറ്റീരിയലിന്റെ ഹൈറ്റ് ഇന്ന വിഡ്താണ് ഇവിടെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് പറ്റും. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ പറ്റണമെന്നില്ല. അവരത് ചെയ്ത് നോക്കി, ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ ഫുള്ളായിട്ട് അതെന്ത് ചെയ്യും, മാറ്റിയിട്ട് വീണ്ടും ആദ്യം മുതൽ ചെയ്യും. അങ്ങനെ ഈ കുട്ടി വീണ്ടും വീണ്ടും ഫസ്റ്റ് മുതൽ ആദ്യം മുതലേ വീണ്ടും വീണ്ടും ചെയ്തു. അത് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽ വിട്ടു. മോണ്ടിസോറി ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ കുട്ടിക്ക് നല്ലൊരു അവന്റെ മൈൻഡ് നല്ല രീതിയിൽ ആ ഒരു വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവൻ ആ വർക്ക് ചെയ്യുന്നതെന്ന് മോണ്ടിസോറിക്ക് മനസ്സിലാക്കി. ആ വർക്ക് അവൻ കംപ്ലീറ്റ് ആവുന്നത് വരെ മോണ്ടിസോറി അവനെ ഒബ്സർവ് ചെയ്തു. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി, ഒരു സന്തോഷം കിട്ടി. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ്, അതായിരുന്നു അവരിൽ മോണ്ടിസോറി കണ്ടത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. Dr. Maria Montessori found that children as young as 3 years of age were able to concentrate. ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അവർക്ക് എന്ത് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. She had to found that was a surprise to watch a child of about 3 working with the noble cylinder. ഇതൊരു സർപ്രൈസ് ആയിട്ട് ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. 3 വയസ്സുള്ള ഒരു കുട്ടി നോബൽ സിലിണ്ടർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ വന്നു. സോ ഈ കുട്ടിയുടെ എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് ഈ ഒരു മെറ്റീരിയലിനോട് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം കാണിക്കുന്നത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. The child concentrate and went so depth that it seemed to have isolated her mentally from the rest of the environment. അപ്പോ അവൻ ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ ചുറ്റുപാടിൽ നിന്ന് അവന്റെ മനസ്സിനെ അവൻ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മോണ്ടിസോറിക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി. സോ എന്താണ് ആ ഒരു മൈൻഡ് എന്താണ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. സോ ടു ടെസ്റ്റ് ദ സിവിലിറ്റി, ആ ഒരു തോത് മനസ്സിലാക്കണം, എന്തോരം ആ ഒരു കോൺസെൻട്രേഷന്റെ ഡെപ്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി എന്ത് ചെയ്തു, to test the severity of this concentration, ask the teacher to make the other children to sing around the child. ടീച്ചറോട് കുട്ടികളോടും പറഞ്ഞു ആ കുട്ടിയുടെ ചുറ്റും പോയിട്ട് ഒരു പാട്ടൊക്കെ പാടി അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ സാധാരണ കുട്ടികൾ എന്താവും, ഡിസ്റ്റർബ് ആവും. പക്ഷെ അവൻ ഡിസ്റ്റർബ് ആയില്ല. But the child did not even seem conscious of this disturbance. ഈ ഒരു ഡിസ്റ്റർബൻസിനെ കുറിച്ചിട്ട് കുട്ടി ഒട്ടും എന്തല്ല കോൺഷ്യസ് ആയിരുന്നില്ല. She continued
just as before, mysteriously repeating the same exercise. അവൻ എന്താണോ ആ ഒരു എക്സസൈസ് ചെയ്തത് ആ എക്സസൈസ് തന്നെ അവൻ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത്. ഷീ കണ്ടിന്യൂഡ്. ദെൻ മോണ്ടിസോറി, അപ്പൊ ഡിസ്റ്റർബൻസിനെ കുറിച്ചിട്ട് എന്താ ആ കുട്ടി അഫക്ട് ചെയ്തില്ല. സോ മോണ്ടിസോറി ഒന്നും കൂടി അതൊന്ന് എന്തോന്നുണ്ട് ആ കോൺസെൻട്രേഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് then Montessori slowly pick up the chair on which the child was sitting. കുട്ടി ഇന്നോട്ടുള്ള chair എടുത്തിട്ട് എന്ത് ചെയ്തു, ടേബിളിൽ പ്ലേസ് ചെയ്തു. with the child in it and placed on a ടേബിളിലേക്ക് പ്ലേസ് ചെയ്തു. the child who had stuck on her previous letter. അപ്പൊ ആ കുട്ടി ആ ഒരു ചെറിയ ഡിസ്റ്റർബൻസിന്റെ സമയത്ത് ഏത് ആ ഒരു മെറ്റീരിയൽ സ്റ്റക്കായി, ആ ഒരു സിലിണ്ടറിൽ സ്റ്റക്കായി. അത് ആ ഒരു ടൈമിൽ കുറച്ചധികം ഒന്ന് സ്റ്റക്ക് ആയെങ്കിലും ബട്ട് അതിന്റെ കറക്റ്റ് പ്ലേസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ കുട്ടി വീണ്ടും വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, റിപ്പീറ്റ് ആയിട്ട് ആ വർക്ക് ചെയ്യാൻ തുടങ്ങി. മുമ്പ് ഈ ഒരു ഡിസ്റ്റർബൻസ് സംഭവിച്ചതിനെ കുറിച്ചിട്ട് ഒട്ടും കോൺഷ്യസ് അല്ലായിരുന്നു, അവൻ ആ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. The child who had stuck on her previous cylinder during this interruption and once went on her task as if nothing had happened. കുട്ടിക്ക് ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ അവർ എന്ത് ചെയ്തു, ആ വർക്ക് കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുന്നത്. With her scientific habit of measuring, മോണ്ടിസോറിക്ക് ഒരു പ്രത്യേക ഒരു ഹാബിറ്റ് ഉണ്ട്, കുട്ടികളെ ഒബ്സർവ് ചെയ്യുക, അവരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ ഒരു സയന്റിഫിക് ഹാബിറ്റ് ഓഫ് മെഷറിങ്ങിന്റെയും അതേപോലെ തന്നെ മോണ്ടിസോറിയുടെ ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. ആ കുട്ടി ആ ഒരു എക്സസൈസ് എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തത് എന്ന് കൗണ്ട് ചെയ്ത് നോക്കി. ഇരുവാസ് എത്ര ടൈമാണ്, 42 ടൈംസ് ആണ് ആ ഒരു കുട്ടി ആ ഒരു വർക്ക് ആ ഒരു നമ്മുടെ നോബിൾ സിലിണ്ടർ റിപ്പീറ്റ്ലി ചെയ്തത് 42 ടൈംസ്. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് അവർ എന്ത് ചെയ്തത്, റെസ്റ്റ് ചെയ്തത്. ഇത് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ പറയുന്നത് ഓട്ടോമാറ്റിക് വർക്ക് എന്നാണ്. കുട്ടികളിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വർക്ക്. പിന്നീട് ഈ ഒരു ഡിസ്കവറിക്ക് ശേഷം നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിട്ട് ഏത് മാറി, നമ്മളുടെ ഓട്ടോമാറ്റിക് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം മാറി. സോ നമ്മൾ ഇവിടെ വരെ പറഞ്ഞു, then Montessori slowly picked up the armchair on which the child was sitting with the child in it and placed on her table. The child who had stuck on her previous cylinder during such interruption, our തടസ്സം വന്ന സമയത്ത് ആ ഒരു മെറ്റീരിയൽ കുറച്ചു നേരം സ്റ്റക്ക് ആയെങ്കിലും at once and went on her task as if nothing happened. ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ എന്ത് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. With her scientific habit of measuring, മോണ്ടിസോറിയുടെ സയന്റിഫിക് ഹാബിറ്റ് ഓഫ് മെഷറിംഗിന്റെ ഭാഗമായിട്ട് Maria Montessori observed and counted the number of times the child repeat the exercise. എത്ര പ്രാവശ്യമാണ് ആ ഒരു എക്സസൈസ് ചെയ്തത് എന്നത് മോണ്ടിസോറി എന്ത് ചെയ്തു, കൗണ്ട് ചെയ്തു. It was 42 times. അത് എത്ര പ്രാവശ്യമായിരുന്നു, 42 ടൈംസ് ആയിരുന്നു. And if the child looked pleased and rest after the child did the exercise. വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ചെയ്തതിന് ശേഷം അവന് ഭയങ്കര ജോയ് ആയിരുന്നു, സന്തോഷമായിരുന്നു. അതിനുശേഷമാണ് അവൻ എന്ത് ചെയ്തത്, റെസ്റ്റ് ചെയ്തത്. The automatic work of the children was later to become one of the fundamental principle of her method. മോണ്ടിസോറി മെത്തേഡിന് തന്നെ one of the fundamental principle ആയിട്ട് ഏത് മാറി, ഓട്ടോമാറ്റിക് വർക്ക് മാറി. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? സോ ആ ഒരു എക്സാമ്പിൾ മനസ്സിൽ നിന്ന് പോകരുത്. മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അവരുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട്. അപ്പൊ അത് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്, മോണ്ടിസോറിക്ക് എങ്ങനെയാണ് അത് ഡിസ്കവർ ചെയ്യാനായിട്ട് സാധിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കൂ മെന്റൽ കോൺസെൻട്രേഷൻ. മാം ഇന്ന് ബട്ടണിങ് ഫ്രെയിം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. അത് മിസ്സായി പോയി. കുഴപ്പമില്ല, കാരണം എന്താണോ, അടുത്ത പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബട്ടണിങ് ഫ്രെയിംസ് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. മിസ്സേ, മൂലൈസ് മാത്രല്ലേ ഫ്രെയിംസിൽ ചെയ്തിട്ടുള്ളൂ, ബാക്കി ചെയ്യണോ? ചെയ്യണം. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് വരില്ലേ, ആ സമയത്ത് നമുക്ക് ഈ ഒരു ഫ്രെയിംസിനെ കുറിച്ച് ഡെമോൺസ്ട്രേഷൻ തരും. ഫ്രെയിമുകൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഡെമോൺസ്ട്രേഷൻ തരും. കാരണം നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് ഫ്രെയിംസ് ഇല്ല, നമ്മളുടെ മെയിൻ ബ്രാഞ്ചിലാണ് മെറ്റീരിയൽസ് ഉള്ളത്. സോ അവിടെ പോകുമ്പോൾ അവിടെ വന്നിട്ടാണ് ടീച്ചർമാർ നിങ്ങൾക്ക് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ക്ലാസ് തരുന്നത്. സോ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രെയിംസ് ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യുന്നത്, ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നേരിട്ട്.
എവിടെ വരെ ചെയ്തു എന്ന് പറയാമോ? ഫ്രെയിംസ് വരെയാണോ നിങ്ങൾ നിൽക്കുന്നത്? ഫ്രെയിംസില് ഇത്ര ചെയ്തോളൂ. ബാക്കിയുള്ളത് പിന്നെ ചെയ്താൽ മതി. കളർ ടാബ്ലറ്റ്സ് ചെയ്തോ? ഇല്ല. ഞാൻ അടുത്ത ആക്ടിവിറ്റി തരുന്നത് കളർ ടാബ്ലറ്റ്സ് ആണ് കേട്ടോ. നമുക്ക് ഈ മോണ്ടിസോറിയില് 3 ടൈപ്സ് ഓഫ് കളർ ടാബ്ലറ്റ്സ് ആണ് മെയിൻലി ഉള്ളത്. എത്ര ടൈപ്സ് ആണ്? 3 ടൈപ്സ് ഓഫ് കളർ ടാബ്ലറ്റ്സ് ആണുള്ളത്. പ്രൈമറി, സെക്കൻഡറി, ടേഷറി. പ്രൈമറി, സെക്കൻഡറി, ടേഷറി. പ്രൈമറി കളർ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഇമേജ് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രൈമറി കളർ ടാബ്ലറ്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ? പ്രൈമറി കളർ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റെഡ്, യെല്ലോ, ബ്ലൂ ആണ് കളേഴ്സ് വരുന്നത്. സെക്കൻഡറി കളർ ടാബ്ലറ്റ്സിൽ റെഡ്, പിങ്ക്, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രേ, ഗ്രീൻ, ഓറഞ്ച്, വയലറ്റ്, ദെൻ ബ്രൗൺ. ഇത്രയും കളേഴ്സ് ആണ് വരുന്നത്. ദെൻ ഇതിന്റെ എല്ലാം ലൈറ്റും ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇത് സെക്കൻഡറി ടെറിട്ടറി കളർ ടാബ്ലറ്റ്സിൽ വരുന്നത്. അങ്ങനെ പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി ആണ് വരുന്നത്. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇതില് നിങ്ങൾ കളർ ടാബ്ലറ്റ്സ് ആയിട്ട് ചെയ്യേണ്ടത് ഏതാണ്? സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടെ. അതിൽ സെക്കൻഡറി കളേഴ്സ് നോക്കാം. കളർ പേപ്പേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബുക്ക് സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് എന്ത് വാങ്ങിക്കാൻ കിട്ടും? കളർ പേപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു കളർ പേപ്പേഴ്സ് വാങ്ങിച്ചിട്ട് അത്യാവശ്യം കനമുള്ള കളർ പേപ്പർ വാങ്ങിക്കാം. അതൊരു കാർഡ്ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഗ്ലൂ ഉണ്ടല്ലോ, ഗ്ലൂ നമ്മൾ എന്താ പറയാ, ഗ്ലൂ യൂസ് ചെയ്യാണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യണം. സെല്ലോ ടേപ്പ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, ടേപ്പ് ഉണ്ടല്ലോ വൈറ്റ്, ആ ടേപ്പില് ഇങ്ങനെ നമുക്ക് ഫ്രണ്ട് സൈസ് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. ഗ്ലൂ യൂസ് ചെയ്യുന്ന പറയാൻ കാരണം എന്താണെന്ന് അറിയുമ്പോ, ഗ്ലൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ഡ് മാറും. മനസ്സിലായോ? അതിന്റെ ഷെയ്ഡ് മാറും. അപ്പൊ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് കളർ കാർഡ്സ് ചെയ്യാം. ഇനി കളർ ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡിലും 2 പീസ് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. വുഡന്റെ പീസാണ് ശരിക്കും അത്. അത് വേസ്റ്റ് ആയിട്ടുള്ള മാത്രം എടുക്കട്ടെ. ശരിക്കും പറഞ്ഞാല് അത് വുഡൻ പീസ് ആണ്. സോ ബിക്കോസ് നമ്മളെ കുട്ടികള് ഈ കളർ ടാബ്ലറ്റ്സ് ഒക്കെ ടച്ച് ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കളറിന്റെ ഷെയ്ഡ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ വുഡൻ പീസുകൾ 2 സൈഡിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വുഡൻ പീസ്, ഇങ്ങനത്തെ വുഡൻ പീസ് കിട്ടണമെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് നമ്മള് ഐസ്ക്രീം ഒക്കെ കഴിക്കും. അതിൽ ചോക്കോ ബാർ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ചോക്കോ ബാർ, അതിന്റെ ഒരു സ്റ്റിക്ക് കണ്ടിട്ടുണ്ടോ? ആ സ്റ്റിക്ക് ഇതിന് പകരം യൂസ് ചെയ്യാം. അപ്പൊ വുഡൻ സ്റ്റിക്ക് ആയി നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഷെയ്ഡ് ആവാതെ തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. മിസ് അത് 2 സൈഡിലോട്ടേക്കാണോ ചെയ്യേണ്ടത്? എന്താണ്? 2 സൈഡിലോട്ടേക്കണം. അപ്പൊ 2 സൈഡിലും ചെയ്യാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കാർഡ്ബോർഡിന് നല്ല ചെറിയൊരു പീസ് കളർ ഷെയ്ഡ് തപ്പിയിട്ട് തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കയ്യിലൊന്നും ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു പീസ് അവിടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ചെറിയൊരു പീസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ കളർ ആവാതെ തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. കാരണം ഈ കളർ ചിലപ്പോ ഷെയ്ഡ് ആവും. പിന്നെ നമ്മളുടെ മെറ്റീരിയൽ അങ്ങനെ ചെയ്യാൻ പറയാൻ കാരണം അത് കുട്ടികൾക്ക് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങൾ ഡിജിറ്റലൈസിനൊക്കെ പോകുമ്പോൾ മെറ്റീരിയൽ ഒക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കയ്യിലൊക്കെ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുന്നത് ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കത് മിനിമൈസ് ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പറ്റും. ഓക്കെ, അപ്പൊ കളർ ടാബ്ലറ്റ്സ് ചെയ്യുമോ? ഇന്നെന്തൊക്കെ ചെയ്യാം? മിസ് എല്ലാ കളറും വേണോ? അല്ല, ഇത് വേണ്ടടാ. ഇത് ഞാൻ സ്റ്റേഷനറി അല്ലേ, ഇതെല്ലാം പറഞ്ഞത്.
നമ്മളുടെ പ്രൈമറി ആയിരുന്നു പറഞ്ഞത്, സെക്കൻഡറി ആയിരുന്നു പറഞ്ഞത്. കണ്ടോ, ഈ കളേഴ്സ് ആ വേണ്ടത്. നിങ്ങള് ഫിഫ്ത് റെക്കോർഡ് ഇല്ലേ, ഫിഫ്ത് റെക്കോർഡ് ചെയ്തു തുടങ്ങിയോ? 5ാമത്തെ റെക്കോർഡ്, അതിന് നോട്ട്സ് വന്നിട്ടുണ്ടോ? ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടോ? പ്രാക്ടീസിന്റെ റെക്കോർഡ് ചെയ്തു തുടങ്ങിയോ? അത് കഴിഞ്ഞു. പ്രാക്ടീസ് കഴിഞ്ഞു. അത് ഫുൾ കഴിഞ്ഞു. അതിലുണ്ട്, അതിലേക്ക് സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ആ കളേഴ്സ് വരുന്ന പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് കളർ ടാബ്ലറ്റ്സ് ചെയ്യണം. ഓക്കെ മിസ്, ഇപ്പൊ 2 സൈഡിലും ഈ സ്റ്റിക്ക് വെക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് നമ്മൾ ഈ സെല്ലോ ടേപ്പ് വെച്ച് തന്നെ ഒട്ടിച്ചാ മതിയോ? ആ 2 സൈഡിലും വേണമെങ്കിൽ ഫെവിക്വിക്ക് യൂസ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് നടുക്ക് ഷെയ്ഡ് ആവരുതെന്നാണ്. ഓക്കെ ഓക്കെ മാം. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഫുൾ ആയിട്ട് കളർ ടാബ്ലറ്റ്സ് പോകും, ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡോക്ടർ മറിയം മോണ്ടിസോറിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറിനെ കുറിച്ചിട്ടാണ് നോക്കിയത്. ഏതായിരുന്നു? മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. ബാക്കിയുള്ള പോർഷൻസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ഇൻഫർമേഷൻസ് വരും, അതനുസരിച്ച് ക്ലാസ്സുകൾ തരാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thanks, miss.